ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ടോപ്പ് 4 പേഴ്സണൽ ലോൺ ഫ്രം ബാങ്കിന്റെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. അതായത് 4 ബെസ്റ്റ് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പേഴ്സണൽ ലോൺസിന്റെ, അതും ബാങ്കിൽ നിന്നുള്ളത്, NBFC അല്ല, ബാങ്ക് തരുന്ന 4 ബെസ്റ്റ് പേഴ്സണൽ ലോൺസിന്റെ കാര്യം നമ്മൾ പറയാൻ പോകുന്നിട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടുപോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി, താഴെ നോക്കിയാൽ മതിട്ടാ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന 4 ബാങ്കുകൾ, നമുക്ക് ആദ്യത്തെ ബാങ്കിൻ്റെ കാര്യം പറയാം. ഇത് ഈ ബാങ്കുകളിൽ അത്യാവശ്യം നിങ്ങൾക്ക് സിബിൽ സ്കോറും അതുപോലെ തന്നെ ഇൻകം പ്രൂഫ് ഉണ്ടെങ്കിൽ അതിലും നല്ലത്. ക്രെഡിറ്റ് വരുന്ന അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിലും അതായാലും നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ ഇപ്പോൾ അപ്രൂവൽ ആവുന്നുണ്ട്. നിങ്ങൾക്ക് അറിയിക്കും പണ്ടത്തെ അത്ര ഇപ്പോൾ അപ്രൂവൽ റേറ്റ് ഒന്നും ഇല്ല. ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, ലോൺ ആയിക്കോട്ടെ, എല്ലാത്തിനും അത്യാവശ്യം ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്, നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും റെഫർ ലിങ്ക് ത്രൂ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കി നോക്കട്ടെ. ഞാൻ എന്തായാലും ഈ പറയുന്ന ആപ്പുകളിലൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. സെറ്റപ്പിൻ്റെ ലിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാൻ ഡയറക്റ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം പറയുന്നത് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ പേഴ്സണൽ ലോൺസിനെ കുറിച്ചാണ്. നമുക്ക് ഒരു 30,000 തൊട്ട് 50 ലക്ഷം വരെ നമുക്കൊരു ലോൺ തരുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് 10.49 ആണ് കേട്ടോ. അപ്പോൾ ഇവരുടെ നിങ്ങൾക്ക് ട്രൈ നോക്കാവുന്നതാണ്. അതായത് ടെനർ വരുന്നത് 12 മാസം തൊട്ട് 72 മാസം വരെ നമുക്ക് ഇതിൽ ടെനറും കിട്ടുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ വരാൻ പോകുന്ന നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ പേഴ്സണൽ ലോണിനെ കുറിച്ചാണ്. 2 ലക്ഷം തൊട്ട് 40 ലക്ഷം വരെ നമുക്ക് ആക്ച്വലി ഇവർ തരുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് 11.25%. ടെനർ വരുന്നതും 12 മാസം തൊട്ട് 84 മാസം വരെയാണ് കേട്ടോ. പിന്നെ വരുന്ന നമ്മുടെ ICICI ബാങ്കിനാണ് 50,000 തൊട്ട് 40 ലക്ഷം വരെയാണ് നമുക്കിതിൽ എന്താ പറയുക ലോൺ എമൗണ്ട് ഇവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ 10.85% തൊട്ട് 16.25% പെർ ആനം വരെ നമുക്കിതിൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട് കേട്ടോ. 12 മാസം തൊട്ട് 72 മാസം വരെയാണ് നമുക്ക് ടെനർ വരുന്നത്. പിന്നെ നമ്മുടെ കോട്ടക് ബാങ്കിൻ്റെയാണ് 1 ലക്ഷം തൊട്ട് 35 ലക്ഷം വരെ നമുക്കൊരു പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട്. 10.25% തൊട്ട് 20% പെർ ആനമാണ് ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. 12 മാസം തൊട്ട് 60 മാസം വരെയാണ് നമുക്ക് ഇവർ എന്താ പറയുക ടെനർ കൊടുക്കുന്നത്. അപ്പോൾ ഈ നിങ്ങൾക്കറിയാം ഇതിപ്പോൾ 10.5% തൊട്ട് 20% എന്നൊക്കെ പറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അത് വാരിയിങ് ആണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ പ്രൊഫൈലാണ്. മെയിൻലി നിങ്ങളുടെ സിബിൽ സ്കോറാണ്. നല്ല സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും. അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക ഹൈ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ലോണാണ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. ഹൈലി റെക്കമെൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം 700-ന്റെ മുകളിലൊക്കെ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ പോയാൽ മതി. കിട്ടാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നൊക്കെ ഇപ്പോൾ ലോൺ കിട്ടാനുള്ള ചാൻസ് 700 എന്ന് പറയാൻ പറ്റുന്നില്ല, ഒരു 720-ന്റെ ഒക്കെ മുകളിൽ. അല്ലാത്ത പക്ഷം നിങ്ങൾ NBFC ഇപ്പോൾ ലോൺ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ NBFCയുടെ അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ അതിൻ്റെയും ഞാൻ വേണമെങ്കിൽ രണ്ട് അത്യാവശ്യം ബെസ്റ്റ് അപ്രൂവൽ ആയിട്ട് വരുന്ന 2 ഓൺലൈൻ NBFCകളുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. എന്താ വെച്ചാൽ ഈ ബാങ്കിന്റെ സൈഡിൽ നിന്ന് ലോൺ കിട്ടാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും NBFCയുടെ അത്ര അപ്രൂവൽ ആയിട്ട് എന്തായാലും ബാങ്കിന് കിട്ടില്ല. അതുപോലെ തന്നെ പ്രൊസീജിയറും നമുക്ക് NBFCയിലായിരിക്കും കുറവ്. അതാണ് ഞാൻ പറയാൻ കാരണം. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കത്തിയിരിക്കും. അതാണ് മെയിൻ ഒരു ഡിഫറൻസ് വരാൻ കാരണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. നമ്മുടെ 2 ചാനൽസ് കാണാൻ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.